അതെ, നമ്മുടെ ചേച്ചിയുടെ മൂവിയുടെ റിവ്യൂ പറയുന്ന വിചാരിച്ചു. ഞാൻ പറഞ്ഞോട്ടെ? ഉറപ്പാണല്ലോ? ശരിക്കും? ആ, ചേച്ചി പറഞ്ഞതുകൊണ്ട് പറയട്ടോ. ഈ 500 കോടിയൊക്കെ വെറുതെ ഒരു ഓണത്തിനോട് പൊട്ടിച്ച് തീർക്കും നമ്മൾ. പടക്കങ്ങനെ പൊട്ടുന്നില്ല, ഒട്ട് എന്നും പറഞ്ഞിട്ട് 500 കോടിയൊക്കെ ഒരു ജസ്റ്റ് ഒരു ഓണത്തിൻ്റെ രാവിലെ പുലർച്ചെ തന്നെ അങ്ങോട്ട് പൊട്ടിച്ച് തീർക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പടമായിരുന്നു നമ്മുടെ അതെ ടോക്സിക്. ഒട്ടും ടോക്സിസിറ്റി എവിടെയും നമുക്ക് കാണാൻ പറ്റാത്തൊരു പടം. ഈ പടത്തിനെ പറ്റി നിങ്ങൾ എന്തിനാണ് ഇത്ര വലിയ നെഗറ്റീവ് റിവ്യൂ കൊടുക്കുന്നത്? സാധാരണ നമ്മൾ വിഷു ദീപാവലിക്കൊക്കെ പടക്കം പൊട്ടിക്കാറുണ്ട്, പക്ഷേ ഓണത്തിന് 500 കോടിൻ്റെ ഒക്കെ ഒരു പടക്കം പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ അത് കൊടുത്ത ആ പ്രൊഡ്യൂസറിന് വലിയൊരു ഇത് കൊടുക്കണം. നിങ്ങൾ എവിടെയെങ്കിലും കിട്ടുമോ? നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിരുന്നോ ഓണത്തിന് ഇങ്ങനെ പടക്കം പൊട്ടുന്നത്? കാരണം തിയേറ്ററിൻ്റെ പുറത്തല്ല, തിയേറ്ററിൻ്റെ പുറത്തും അകത്തും സിനിമയിൽ മൊത്തം പൊട്ടായിരുന്നു, വെടിവെപ്പായിരുന്നു മൊത്തത്തിൽ. ഒരു രക്ഷയില്ല. 2 ടൈപ്പ് വെടിവെപ്പ് അതിലുണ്ടായിരുന്നത്. ഒന്നത്തെ വെടി ഈ വെടി, മറ്റേ വെടി അങ്ങനെയായിരുന്നു ഈ പടം മൊത്തത്തിൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പച്ചക്ക് പറയാൻ പറ്റുമെന്ന് അറിയില്ല, എങ്കിലും പറയേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ. ഒട്ടും ഈ സ്ത്രീകൾ ഒബ്ജക്റ്റിഫൈ ചെയ്യാതെ, അല്ലെങ്കിൽ എന്താ പറയുക, സ്ത്രീകൾക്ക് ഇത്രയും മുൻഗണന കൊടുത്ത് എടുത്തൊരു പടം, അതും ഇങ്ങനത്തെ നമ്മുടെ WCCയുടെ ഭാഗമായിട്ടില്ലേ, നമ്മുടെ മലയാള സിനിമയിലെ പെൺകരുത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാൾ ഇങ്ങനത്തെ ഒരു പടം എടുക്കുമ്പോൾ നമുക്ക് അതിൽ അഭിമാനം നമുക്ക് തോന്നേണ്ട കാര്യം കേട്ടോ. തീർച്ചയായിട്ടും മമ്മൂട്ടിക്ക് കസബയിൽ കാണിച്ച് വെച്ച ഐറ്റൊക്കെ ഈ ചേച്ചിയുള്ളതുകൊണ്ടല്ലേ നമ്മൾ തന്നെ മനസ്സിലാക്കിയത്. അതൊക്കെ കാണുന്ന ഈ ചേച്ചി എടുത്ത പടം നിങ്ങൾ കാണണം. പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഇത്രയും മനോഹരമായിട്ടുള്ള എന്തായാലും പറയടച്ചോനെ ആ പറഞ്ഞ സ്ഥാനത്ത് ഇങ്ങനെ കൊണ്ടിരുത്തി വെച്ചിരിക്കുക. അതെ, പെൺകുട്ടികൾ എപ്പോഴും മേലെ ഇവിടെ, പെൺകുട്ടികളെ താഴത്ത് ഇവിടെ ഇരുത്തിയിട്ടില്ല. യശിൻ്റെ മേലെ എപ്പോഴും പെണ്ണ്, ആണെപ്പോഴും താങ്ങും പെണ്ണെപ്പോഴും മേലെ. ആ അവസ്ഥയിൽ പെൺകുട്ടികളെ ഗ്ലോറിഫൈ ചെയ്ത് വെച്ചിട്ട് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് സ്ഥാനം കൊടുത്തിട്ടുള്ള സിനിമ. ഇങ്ങനത്തെ സിനിമ ഇറക്കണമെങ്കിൽ നമ്മുടെ ഇത്തരം ഫെമിനിസം ചിന്താഗതിയൊക്കെ അകത്തുള്ള ഡയറക്ടേഴ്സ് ഇനിയും പുറത്തും മലയാളത്തിലോട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ മേഖലയിൽ തന്നെ വരണം. ഇപ്പോൾ ഈ പടം കണ്ടിട്ട് വേറെ ആരെങ്കിലും പടം കൊടുക്കുമെന്നുള്ളതൊക്കെ നമുക്കറിയില്ല കാര്യമില്ല. പക്ഷേ ചേച്ചി എടുത്തു വെച്ചിട്ടുള്ള ഒരു അപരാധം ചേച്ചി എടുത്തു വെച്ചിട്ടുള്ള അപരാധം എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല. ഖലീഫ മൂവിയുടെ ഹെയ്റ്റ് ക്യാമ്പയിൻ കണ്ടിട്ട് നമ്മൾ ആ സിനിമ കാണാൻ പോയപ്പം നമുക്ക് ശരിക്കും ആ ഹെയ്റ്റ് ക്യാമ്പയിൻ പറഞ്ഞ ആൾക്കാരോട് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം തോന്നിയിരുന്നു. പക്ഷേ ഉണ്ടല്ലോ, ഇത് റിവ്യൂ കാണാണ്ട് പടത്തിന് പോയപ്പം എനിക്ക് മനസ്സിലായി ചില റിവ്യൂസൊക്കെ കണ്ടിട്ട് പോകണം നല്ലത് എന്നുള്ളത്. അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ മുഞ്ചിത്തെറ്റി വരേണ്ടി വരുന്നൊരു അവസ്ഥ. സത്യത്തിൽ സ്ത്രീകൾ എന്ന് പറഞ്ഞ ഒരു കളിവസ്തു മാത്രമാക്കി വെച്ചിട്ടുള്ള സിനിമ. ആകെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തുടക്കത്തിൽ 2 ടൈപ്പ് വെടികൾ ഇതിലുള്ളൂ. എവിടെയെങ്കിലും ഒക്കെ വെടിവെച്ചു വിടുക, തോക്ക് കിട്ടിയില്ല മറ്റെടുത്ത് വെടിവെക്കുക. ഈ 2 പരിപാടികൾ മാത്രം സിനിമയിൽ. വേറെ എന്തിനാണ് ഇതിൽ? നയൻതാര ഉണ്ട്, ഓക്കെ, നയൻതാര യഷിൻ്റെ സഹോദരി ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല, അവിടെ നിൽക്കട്ടെ. പിന്നെ മറ്റേ ഈ കേറി, അതുപോലെ തന്നെ ഈ ഹുമാ ഖുറൈഷി, റുക്മിണിയൊക്കെ സത്യം പറഞ്ഞാൽ ഈ സിനിമ ഇറങ്ങുന്നതിൻ്റെ മുമ്പ് വരെ റുക്മിണിക്കൊക്കെ ഒരു വില ഉണ്ടായിരുന്നു അല്ലേ? ഈ എന്താ പറയുക, നമ്മുടെ കാന്താര മൂവിയിലും മറ്റ് 1-2 മൂവിയിലൊക്കെ റുക്മിണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൗത്ത് ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഏറ്റവും സ്റ്റാർ വാല്യൂ ഉള്ള നടിമാരിൽ ഒരു നടീനൊക്കെ വെറുതെ പടക്കം പോലെ അങ്ങോട്ട് പൊട്ടിച്ചിട്ടാണല്ലോ നിങ്ങൾ ആലോചിക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറെ കുറേയൊക്കെ വന്നും ഇറങ്ങും തിരിഞ്ഞൊക്കെ പോകുന്നുണ്ട്. ആകത്തിൽ കാണാനുള്ളത് യഷിൻ്റെ ഒരു സ്റ്റൈൽ ഉണ്ടായിരുന്നു. അതായത് ഏത് കൊണമില്ലാത്ത ഒരു ഡയറക്ടർ വന്ന് ഒരു മൂവി ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാലും യഷ് ആ മൂവിയിലുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് അതിൽ കാണാനുണ്ടാക്കുന്നു പുള്ളി കാണിച്ചു തന്നിട്ടുണ്ട്. അത് ഞാൻ അഭിനയിക്കുന്ന ഇമോഷണലും അല്ലെങ്കിൽ അഭിനയപരമായിട്ടുള്ള കാര്യമാണെങ്കിലും വേണ്ടില്ല, പുള്ളിയുടെ ഒരു സ്വാഗും സ്റ്റൈലും ഒക്കെ ആണെങ്കിലും വേണ്ടില്ല. ഇമ്മാതിരി കാട്ടവരാത്ത ഡയറക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ ഇങ്ങനത്തെ നടന്മാരെ കിട്ടിക്കഴിഞ്ഞാലല്ലോ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി. എത്ര കാലമായി പടം ഇന്നിറങ്ങും നാളെ ഇറങ്ങും മറ്റന്നാൾ ഇറങ്ങും പറഞ്ഞ് തള്ളി നീക്കിയതിൻ്റെ കാര്യം ഇപ്പോഴാണ് മനസ്സിലായത്. ഒരുപാട് പണിയെടുത്ത് നോക്കിയിട്ടുണ്ട്. എനിക്ക് തന്നെ ആദ്യം വരെ എല്ലാം സെറ്റ് ചെയ്ത് പടം കണ്ടപ്പോൾ ഇതിനേക്കാൾ അപരാധമാണ് കണ്ടപ്പോൾ പിന്നെ എന്തൊക്കെയോ കളിച്ചിട്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഈ പടത്തിന് എത്തിച്ചതെന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകും. ഏതൊക്കെ ടെൻസുകളാണ് നമ്മുടെ, അതായത് പാസ്റ്റ് ടെൻസ് ഉണ്ട്, പ്രസന്റ് ഉണ്ട്, ഫ്യൂച്ചർ ഉണ്ട്. ഇനി പോരാത്തതിന് പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞ പുതിയ ടെൻസൊക്കെ ഇതിൻ്റെ ഇടയിൽ കൊണ്ടുവെക്കണം തോന്നിപ്പോകും. നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത്? അതായത് അറ്റ്ലീസ്റ്റ് കാലഘട്ടം മാറുമ്പം അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഈ പറഞ്ഞ പ്രേക്ഷകന് കൊടുക്കണ്ടേ? ഇത്രയും പ്രേക്ഷകർ വന്നതിന് അന്തം വിട്ടിരിക്കും. എന്താ ഇപ്പോൾ ഇവിടെ നടക്കുന്നത്? 3 മണിക്കൂർ വെടിവെപ്പ് കണ്ട് കണ്ണ് തള്ളി ഒരുത്തന്നെ അവസാനത്തെ ഒരു 10-20 മിനിറ്റ് അതായത് ഒരു സമാധാനത്തിനുണ്ടല്ലോ, ഈ മരുഭൂമിയിലെ പൂക്കാലം എന്നൊക്കെ പറഞ്ഞ പോലെ അവസാനം എന്തോ ഒന്ന് അവിടെ ഇട്ട് കൊടുത്തതുകൊണ്ട് തിയേറ്റർ ആളുകൾ അടിച്ച് പൊളിച്ചില്ല, അല്ലെങ്കിൽ തിയേറ്റർ വരെ പൊളിച്ചേനെ ചിലപ്പോൾ. സത്യം പറയാമല്ലോ, മ്യൂസിക് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ആവറേജ് മ്യൂസിക് ഒന്നും തോന്നണില്ല. അത് കേട്ടിട്ട് ഒരു വികാരം തോന്നണ്ടേ? എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ ഒരു വികാരം തോന്നണ്ടേ നമുക്ക്? അതിൻ്റെ ഒന്നും അയലത്ത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ എല്ലാം അലമ്പായിരുന്നു. ഇതിൻ്റെ അവസ്ഥ പറയാം. ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ 500 കോടി മുടക്കിയത് കൊണ്ട് ഒന്ന് ആലോചിച്ചാൽ മതി, ടെക്നിക്കൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. പക്ഷെ അതുമില്ല. ചെറിയ പൈസക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഇതിൽ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇത്രയും തോക്കും വെടിയും മറ്റേ ഇതൊക്കെ എവിടുന്ന് വന്നത് നമുക്കറിയില്ല. ഇതൊക്കെ എവിടുന്ന് കിട്ടിയെന്നുള്ളത് നോക്കണം. 500 കോടിൻ്റെ പടം. ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി, ഈ കസബനൊക്കെ ഇത്രയും മോശം അഭിപ്രായം പറഞ്ഞിട്ടുള്ള ടീം, അല്ലെങ്കിൽ മുണ്ടാന്ന പാർവതിനെ കൊണ്ട് സേറ്റ് പറഞ്ഞ് പറയിപ്പിച്ചിട്ടുള്ള ടീം എടുത്ത പടമാണ് ഈ അവസ്ഥ. ഒരു 5-6 കൊല്ലം മുമ്പ് മൂത്തോൻ നിവിൻ പോളിക്ക് ഒരു പടം കൊടുത്ത് അന്ന് പണി കൊടുത്താൽ പിന്നെ നിവിൻ പോളി ഇതിനെ പൊന്തിയിട്ടില്ല. ഇപ്പോൾ ബത്ലഹേമിലാണ് നിവിൻ പോളി ഒന്ന് കണ്ണ് തുറന്നപ്പോൾ പുറത്തോട്ട് വന്നിട്ടുള്ളത്. ഇനി യഷിൻ്റെ അവസ്ഥ, യഷിനെ കൊണ്ട് ഇനി ഒരു പടം, അല്ലെങ്കിൽ യഷ് വരെ കൊണ്ട് ഇനി ഒരു പടം, അതല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വരെ കൊണ്ടൊരു പടം ചെയ്യിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 100% പറയാം, ഇവർ സ്വന്തം കാശുണ്ടാക്കി ഇവർ പടം ഇറക്കുക എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഇതുപോലത്തെ നടന്മാരെടുത്ത് പോയാൽ അവർ ചിലപ്പം പറയും ചേച്ചി പടം എടുക്കണ്ട, ഞങ്ങൾ വേറെ എടുത്തെങ്കിലൊക്കെ പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് ഓടിപ്പോണ അവസ്ഥയിലൊരു പടം.
ഞാനിതിന് പടത്തിനെ കുറ്റം പറയില്ല, അതിന് അണിയറ പ്രവർത്തകരെ ഞാനൊന്നും പറയുന്നില്ല, ഇതിലെ നടീനടന്മാരെ ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ഡയറക്റ്റ് ചെയ്യണം സിനിമയിൽ. അതല്ലാണ്ട് എനിക്കറിയില്ല ഇതൊക്കെ എന്തിനാണ് ഈ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിഫൈ ചെയ്യാനുള്ള മാത്രമുള്ള ഒരു സാധനം മാത്രമായി ഇതിൽ മാറി. ആരാണ് ഇത്രയും ഫെമിനിസം പറഞ്ഞു നടക്കുന്നത്? ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഫെമിനിസം കുത്തി കയറ്റിയിട്ടുണ്ട്. സ്ത്രീകൾ പരസ്പരം അതിന് പറയാണ് നമ്മളിങ്ങനെ ആണുങ്ങൾക്ക് വേണ്ടി അടിക്കാനും തല്ലാനും ചാവാനും നിൽക്കേണ്ട ആളുകളാണോ? എന്നിട്ട് ഞാൻ കാണിക്കുന്നത് എന്താ? അടുത്ത പ്ലക്ക് ഇത് തന്നെ, അടുത്ത വെടി പിന്നെ കാണിക്കാം. ഇങ്ങനെ തരം താന്ന രീതിയിൽ സ്ത്രീകളെ ചിത്രീകരിച്ചിട്ട്, ഇത്രയും തരം താന്ന രീതിയിൽ സ്ത്രീകളെ ചിത്രീകരിച്ചിട്ട് ഇവരെന്താ ഇവർ പറയോ? ഇത് കണ്ടിട്ട് വേറെ വല്ല ഫെമിനിസ്റ്റ് വന്ന് സംസാരിക്കണം, ഇങ്ങനെയാണോ നിങ്ങൾ സ്ത്രീകളെ ചിത്രീകരിക്കുന്നതെന്ന്? അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പറയാൻ പറ്റുമോ? കസബയിൽ മമ്മൂട്ടി ഒരു ബെൽറ്റ് പിടിച്ചു എന്ന് പറഞ്ഞതിനും അല്ലെങ്കിൽ 1-2 ഡയലോഗ് പറഞ്ഞു എന്ന് പറഞ്ഞതിനും ഈ നാട്ടിൽ ഇത്രയും വലിയ പുകിലുണ്ടാക്കിയ ആളാണ് നിങ്ങൾ. സംഘടന ഉണ്ടാക്കിയ സംഘടനയിലെ മൊത്തത്തിൽ, അല്ലെങ്കിൽ ഒരു മഹാനടൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ടറെ അല്ലെങ്കിൽ അതിൻ്റെ തിരകഥനെ ഇരുന്ന് വലിച്ചു കയറിയിട്ടുള്ള നിങ്ങളപ്പം വലിച്ചു കയറിയാലും മതിയാവില്ല. നിങ്ങളെ തേച്ച് ഒട്ടിക്കേണ്ടി വരും താഴത്തിങ്ങനെ. അതിലൊരു പടം, കാട്ടവരാത പടം എടുത്ത് വെച്ചിട്ടുള്ളത്. ആദ്യമായിട്ടായിരിക്കും മലയാളികൾക്ക് ഓണത്തിൽ ഇത്രയും വലിയൊരു വെടിക്കെട്ട് പടം കിട്ടുന്നത്. ഏതായാലും പടക്കം നേരിട്ട് കിട്ടിയിട്ടില്ലെങ്കിലും തിയേറ്ററിൻ്റെ അകത്ത് നല്ല രീതിയിൽ പടക്കം പൊട്ടിയിട്ടുണ്ട്. വെടി പല രീതിയിലായിരുന്നു. വലിയ വെടി, ചെറിയ വെടി, മുക്കാൽ വെടി, കാവെടി, അങ്ങനെ സകല വെടികളുള്ളൊരു പടം. ഇത് മഹേഷിൻ്റെ പ്രതികാരത്തിൽ നമ്മുടെ ഫഹദിന് അപ്പം പറയുന്ന മോനെ ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ പറ്റില്ല. അത് തന്നെയാണ് ഗീതു മോഹൻദാസിനോട് പറയാനുള്ളത്. ഈ ഡയറക്ടർ ആകുക എന്നുള്ളതും അല്ലെങ്കിൽ അതൊന്നും വേറെ ആൾക്ക് പഠിപ്പിച്ച് തരാൻ പറ്റുന്ന സാധനമല്ല. കുറേ പൈസ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ എടുത്ത് വെക്കാണ്ടിരിക്കുക. പറ്റുന്ന രീതിയിൽ വല്ല ചെറിയ പടങ്ങളൊക്കെ എടുത്ത് പഠിക്കുക നിങ്ങളാദ്യം. അങ്ങനെ ചെറിയ പടങ്ങളൊക്കെ എടുത്ത് പഠിച്ച് തിരകഥ എങ്ങനെയൊക്കെ കാര്യങ്ങൾ നമ്മുടെ ഈ പറഞ്ഞ ക്യാരക്ടേഴ്സിനെ പ്ലേസ് ചെയ്യണം, അവർക്ക് അവരുടെ മൂവ്മെൻറ്റ് പോലും, അവരുടെ ഡയലോഗ്, അവരുടെ മൂവ്മെൻറ്റ് പോലും നിങ്ങളൊന്ന് മൈന്യൂട്ടായിട്ട് പഠിച്ചെടുത്ത് നിങ്ങൾ ഒരു പടം ആദ്യം ചെയ്യാം. മലയാളത്തിൽ ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് അറിയില്ല. ചിലപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡൊക്കെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുക, പുള്ളിനായിരിക്കുമല്ലോ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൂ. അപ്പോൾ നിങ്ങളൊരു പടം അങ്ങോട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ കഴിവ് ചെറുതായിട്ട് ഇങ്ങനെ, അതായത് ഇല്ലാത്ത സാധനം ഉണ്ടല്ലോ അത് ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. എന്നിട്ട് നമുക്ക് ഇത്രയും വലിയ പടങ്ങളിലോട്ടൊക്കെ പോകുന്നതായിരിക്കും നല്ലത്. ഇനി നിങ്ങളെ കണ്ട് ആരെങ്കിലും ഒരു പടം തരും അല്ലെങ്കിൽ ഒരു പടം നിങ്ങളുടെ കൂടെ ചെയ്യും എന്ന് എനിക്ക് ഒരു വിശ്വാസമില്ല. ഈ പടം കണ്ട ഒരുത്തനും വിശ്വാസമില്ല. പേരിനെങ്കിലും ഒരുത്തം വന്നിട്ട് ഈ പടം നല്ലതാണെന്ന് പറഞ്ഞിരുന്നെങ്കിലും വേണ്ടില്ല. പക്ഷെ വല്ലാത്തൊരു പടം. പക്ഷെ 500 കോടി പൊട്ടിച്ച സ്ഥിതിക്ക് നിങ്ങളെല്ലാവരും ഒന്ന് തിയേറ്ററിൽ പോയി കാണണം കേട്ടോ. ആ ഒരു രസമല്ല ഒക്കെ കാണാമെന്നുള്ളത്. 3.5 മണിക്കൂർ നമുക്ക് AC ഇരുന്ന് പോപ്കോൺ വെച്ചിട്ട് ഇങ്ങനെ കണ്ടിരുന്നൂടെ? അതിനുവേണ്ടി എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ പടം. അതിൻ്റെ പിന്നിൽ എന്താ പറയുക, പ്രവർത്തിച്ച കുറേ അണിയറ പ്രവർത്തകരില്ല, അവർക്ക് വേണ്ടിയിട്ടെങ്കിലും. ഇത്ര മാത്രമേ ഇതിന് പറയാനുള്ളൂ. ഇപ്പോൾ ആ വെടിവെപ്പിൻ്റെ എഫക്റ്റ് ഇങ്ങോട്ട് മാറിയില്ല സത്യമായിട്ടും.